തിരുവനന്തപുരം നാലാഞ്ചിറ ബേസ് ചെയ്തൊക്കെ റോഡ് സൈഡിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലൊരു പ്രോപ്പർട്ടി കാണിച്ചു തരാം. ശരിക്കും ഈ വീട് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ആയിരുന്നു. പിന്നീട് അതിൽ നിന്ന് വേറെ ആൾ വാങ്ങി ഇപ്പോൾ അദ്ദേഹമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. പണ്ട് ഇതിൻ്റെ പാലുകാച്ചനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു വീടാണ്. നമുക്കിത് ഈ ഒരു മെയിൻ റോഡ് അരികത്താണ്. മെയിൻ റോഡ് അരികത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഇടവക്കോട് പോകുന്ന ആ ഒരു മെയിൻ റോഡാണ്. ഇടവക്കോടല്ല, കരിയം വരേക്കും പോകുന്ന മെയിൻ റോഡാണ്. ഇതുവഴി നമുക്ക് നേരെ ചെന്നാൽ ശ്രീകാര്യം കയറാം. പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. അവിടെ നിന്ന് ഒരു 300-400 മീറ്റർ വന്നു കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് നമുക്ക് ഈ വീട് കാണാം. MNR 82A എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ വരുന്നത്. ഇത് വന്നിട്ട് 6 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിന് മേളിലോട്ട് വരുന്നൊരു വീടാണ്. വീട്ടിലിനി നമുക്കൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പെയിൻറ്റിങ് വർക്കുകൾ മാത്രം നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ആ രീതിയിലാണ് നമുക്കിതിനകത്തൊരു മെയിൻ്റനൻസ് വരുന്നത്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി അറിയാവുന്നുള്ളൊരു വീടാണ്. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. നമുക്കിതാ ഇവിടെ ഒരു വണ്ടിയിടാം. ഇതിനകത്ത് കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. വീണ്ടും ചുറ്റുവട്ടം ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇതാണ് നമ്മുടെ പിൻവശം. പിൻവശത്ത് ഈ കുറച്ച് നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ വലിയൊരു ടാങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മീൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. എന്താ ഈ പെയിൻറ്റിങ് മാത്രം എനിക്ക് തോന്നുന്നത് പണ്ടടിച്ച അതേ ഒരു പെയിൻറ്റ് തന്നെ അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മാറ്റി ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ വീട് നല്ല കാണാൻ ലുക്കിലേക്ക് വരും. ഫുള്ള് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വീടാണ്. കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ആ ഒരു കോമൺ ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബെഡ്റൂമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ അതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. ആ രീതിയിലൊരു റൂമുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിനകത്ത് നമുക്കിതാ ഈ രീതിയിൽ മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഈ രീതിയിലുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ സൈഡിലും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. പ്രത്യേകിച്ചൊരു വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. ഈ ഒരു പിൻവശം നമ്മൾ നേരത്തെ കാണിച്ചതാണ്. കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കിതാ ഈ രീതിയിലൊരു സ്റ്റോർ റൂം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിച്ചണിനകത്ത് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വാരി കൺജസ്റ്റൻ ഫീലൊന്നും വരത്തില്ല. സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കാനും സാധിക്കും. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനും ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴത്തെ നിലയിൽ ആ ഒരു റൂം പോകെ അല്ലാണ്ട് ഒരു മെയിൻ ബെഡ്റൂം വരുന്ന ഇതാണ് കേട്ടോ. പിള്ളേരെ കിടന്ന് ഉറക്കമാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് റൂം വരുന്നത്. നമുക്കിതാ ഇതിലിങ്ങനെ കബോർഡ് നമുക്കിതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ശരിക്കും ഈ ബാത്റൂമിലേക്ക് നമുക്ക് ഈ റൂമിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കോമൺ സ്പേസിൽ നിന്നും ഈ ഒരു ബാത്റൂമിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് ഇതിനെ ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ആ ഡോറിന് ലോക്ക് ചെയ്തോ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെയാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നത്. അതായത് ഇത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ്. ഇപ്പോൾ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ഇതാണ് വരുന്നത് കേട്ടോ. ഈ രീതിയിലാണ് നമുക്ക് ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം വരുന്നത്. ഇതാണ് നമ്മുടെ കോമൺ സ്പേസ്. അതായത് ഈ ഒരു ഫ്ലോറിൽ അത്യാവശ്യം വളരെ വലിയൊരു കോമൺ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഫയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 1, 2 ഡോറൊന്നും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഒരു റൂമും കാണാൻ സാധിക്കും. ഇതിനെ വേണമെങ്കിൽ സ്റ്റഡി റൂമായിട്ടോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ മേളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് അടുത്തൊരു റൂം. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ റൂമിൽ ഇവിടെ എല്ലാം വലിയൊരു കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ബാത്ടബ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ റൂമിന് നമുക്കിതുപോലെ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി വരുന്നത്. ടെറസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേളത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം.
നമ്മൾ താഴെ കണ്ട അതേ റൂമിൻ്റെ ലേഔട്ടിലാണ് ഈ റൂം വന്നിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആണ്. നമുക്കിതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിലും ബാത്റൂമിനകത്ത് ബാത്ത് ടബ് പോലുള്ള സൗകര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് കേശവാസപുരത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ നിന്ന് നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള കോളേജസിലോ അല്ലെങ്കിൽ സ്കൂൾസിലോ ഒക്കെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അതിപ്പം നമുക്ക് പാറോട്ടോണം പോയിട്ട് അങ്ങനെയും പോവാം. ഇനി അതല്ല, ഇവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വലത്തോട്ട് KJK ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയുണ്ട്. അതുവഴി വേണമെന്നുണ്ടെങ്കിൽ നാലാഞ്ചിറ ഇറങ്ങാവുന്നതാണ്. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈസിലി മെഡിക്കൽ കോളേജിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 2.5-3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ആക്സസ് ഉള്ള ലൊക്കേഷനാണ്. അപ്പോൾ അതായത് നാലാഞ്ചിറ ആയാലും കേശവദാസപുരം, ഉള്ളൂർ, ശ്രീകാര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഈസിലി ചെന്നെത്താൻ പറ്റുന്ന രീതിയിൽ മെയിൻ റോഡും കരയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വന്ന് ബസ് ഇറങ്ങി വന്ന് വീട്ടിലേക്ക് നടന്ന് കയറണം, ആ രീതിയിലൊക്കെ ഉള്ളവർ പറ്റിയൊരു ലൊക്കേഷനാണ്. ഇതുവഴി നമുക്ക് ബസ് റൂട്ടും കൂടെയാണ്. പിന്നെ ഈ റോഡ് നമുക്കിനി ഭാവിയിലൊരു വൈഡനിങ് ഉണ്ടാവും. വൈഡനിങ് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി പോകുമായിരിക്കും. എന്നിരുന്നാലും നമുക്ക് വീടിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഇത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും. അങ്ങനെ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ കൂടുതൽ പൈസയും തരും കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1,35 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളും അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കേരളത്തിലുള്ള നമ്പർ തരുവാണെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ സംസാരിച്ചിട്ട് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണുക, ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം.